പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സാംസങ്ങിൻ്റെ തന്നെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. നിങ്ങൾക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ വരുമ്പോൾ ഒരു 2 മോട്ടറാണ് വരുന്നത്. വാഷിംഗ് മോട്ടറും പിന്നെ സ്പിൻ മോട്ടറും വരുന്നുണ്ട്. അതിൽ വാഷിംഗ് മോട്ടറിലാണ് നമുക്ക് വാഷ് ചെയ്യാൻ വേണ്ടി വരുന്നത്. ഇതിലാണ് നമുക്ക് വാഷ് ചെയ്യേണ്ടത്. ഓക്കെ, വാഷിംഗ് മോട്ടറിൽ തന്നെ ഏറ്റവും താഴെയായിട്ട് തന്നെ ഒരു ഫിൽറ്റർ വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ തന്നെ നിങ്ങൾക്കിപ്പം കഴുകുന്ന തുണികളിൽ വരുന്ന അഴുക്കൊക്കെ ഇതിലായിരിക്കും അടിഞ്ഞു കൂടുന്നത്. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതുവഴി ഇത് ഓപ്പൺ ചെയ്ത് തന്നെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വാട്ടർ ഇട്ട് ക്ലീൻ ചെയ്ത് തന്നെ നിങ്ങൾക്ക് അതിൽ വയ്ക്കാം. പിന്നെ നിങ്ങൾ വാഷ് ചെയ്യുന്ന തുണിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം തന്നെ അതിൽ നിറയ്ക്കാവുന്നതാണ്. അതിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് L, M, H, അതായത് നമുക്ക് ലോ, മീഡിയം, ഹൈ എന്നുള്ള ഓപ്ഷനാണ്. ആ തുണിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം തന്നെ നിങ്ങൾക്ക് അതിൽ നിറയ്ക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് സ്പിൻ ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇതിനകത്താണ് നിങ്ങൾക്ക് ഡ്രസ്സ് ഇട്ട് ഉണക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. ഓക്കെ, ഇപ്പം ഈ വാഷിംഗ് മെഷീൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഡ്രെയിനേജ് ഹോസ്, പിന്നെ ഇൻലെറ്റ് പൈപ്പ്, ഒരു റാക്ക് മെഷീൻ, ഇത്രയാണ് നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ്റെ കൂടെ വരുന്നത്. ഓക്കെ, ഈ ഒരു ഇത്രയും നിങ്ങൾക്ക് വാഷിംഗ് ചെയ്യുന്നതിൻ്റെ അത്രയും സ്പേസ് ഇതിൽ വരത്തില്ല. ഏകദേശം കുറച്ച് തുണികളിട്ട് വേണം ഇതിൽ സ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി വരുന്നത് നിങ്ങൾക്ക് ഇൻലെറ്റ് പൈപ്പ് കൊടുക്കേണ്ടതാണ് ആ ഫസ്റ്റത്തെ സ്പേസിൽ. അതിനുശേഷം നിങ്ങൾക്ക് വാട്ടർ വാഷ് ചെയ്യേണ്ട ഓപ്ഷനിൽ തന്നെ അത് സെലക്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ ഫസ്റ്റ് വരുന്നതാണ് നിങ്ങൾക്ക് വാഷ് ടൈമർ. ഇതിൽ തന്നെ നിങ്ങൾക്ക് ടൈം ഫസ്റ്റ് സെലക്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇപ്പം ഇതൊരു 15 മിനിറ്റ് വരുന്നുണ്ട്. 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് ഓഫ് ആവുന്നതാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് വാഷ് സെലക്ടർ എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഹെവി ആയിട്ടുള്ള തുണികളൊക്കെ ആണെങ്കിൽ തന്നെ ഹെവി ഓപ്ഷനിലിടാം. പിന്നെ നോർമൽ തുണികൾ, മിക്സഡ് ആയിട്ടുള്ള തുണികൾ തന്നെ നോർമലിലിടാം. പിന്നെ ഈ കട്ടി കുറഞ്ഞ തുണികൾ തന്നെ ഈ ജെൻറൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വേസ്റ്റ് വെള്ളം തന്നെ ഇതിൽ കെട്ടി നിൽക്കുന്ന വെള്ളം തന്നെ പുറത്തോട്ട് കളയാൻ വേണ്ടിയിട്ടാണ് ഡ്രെയിൻ എന്നുള്ള ഓപ്ഷൻ വരുന്നത്. ആ ഡ്രെയിൻ എന്നുള്ള ഓപ്ഷൻ ഇട്ട് തന്നെ പുറത്തോട്ട് വെള്ളം കളയുന്നതാണ്. ഇനി ലാസ്റ്റ് വരുന്നതാണ് സ്പിൻ ടൈമർ. അത് നിങ്ങൾക്ക് തുണികളൊക്കെ തന്നെ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് തന്നെ എടുത്തിട്ടതിന് ശേഷം സ്പിൻ ടൈമർ സെലക്ട് ചെയ്തിട്ടുക. ഇതിലിപ്പം 10 മിനിറ്റാണ് വരുന്നത്. ആ 10 മിനിറ്റ് കഴിയുമ്പം തന്നെ നിങ്ങൾക്ക് തുണിയെടുത്ത് ജസ്റ്റ് ഒന്ന് ആശയിലിട്ട് ഏകദേശം ഒരു 60% വരെ നിങ്ങൾക്ക് ഉണങ്ങി കിട്ടും അതുവഴി തന്നെ. ഓക്കെ, ഇത്രയൊക്കെയാണ് ഓപ്ഷൻ വരുന്നത്. ഇനി നിങ്ങൾക്ക് ഈ സ്പിൻ ചെയ്യുന്ന ടൈമിൽ തന്നെ എന്തെങ്കിലും പൊടികളൊക്കെ ഡ്രസ്സിൽ പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ വാട്ടർ സെലക്ടർ നിങ്ങൾക്ക് സ്പിന്നിലോട്ട് സെലക്ട് ചെയ്തിട്ടതിന് ശേഷം തന്നെ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഏറ്റവും ബാക്കിൽ താഴെയായിട്ടാണ് ഈ ഡ്രെയിനേജ് ഹോസ് കണക്ട് ചെയ്യേണ്ടത്. ഏകദേശം താഴെയായിട്ട് തന്നെ ഇവിടെയാണ് ഡ്രെയിനേജ് ഹോസ്, ഈ പുറത്തോട്ടുള്ള വേസ്റ്റ് വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൻ്റെ യൂസിങ് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.